ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ നമ്മുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കുഞ്ഞു സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാണ്. തക്കാളിയുടെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഏകദേശം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം ചൂടുള്ള എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർ ഒന്ന് പോയി കണ്ടു നോക്കണേ.